നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകളൊക്കെയാണ് ഇപ്പൊ വരുന്നത്. ചെൽസി ഇപ്സ്വിച്ചിനെതിരെ 2-0 പരാജയപ്പെടുന്നത് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മോശം ഫോം കണ്ടിന്യൂ ചെയ്യുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ 2-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചെൽസി മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം മരസ്കയും ടീമിനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 1-2 മത്സരങ്ങളായിട്ട് ചെൽസിയുടെ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 22ഓളം ചാൻസുകൾ ചെൽസിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷേ പല ഷോട്ടുകളും കൺവേർട്ട് ചെയ്യാതെ പോയത് ചെൽസിക്ക് വിനയായി എന്ന് പറയേണ്ടി വരും. ഇപ്സ്വിച്ച് കിടിലമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഹോം ഗ്രൗണ്ടിൽ വെച്ചൊരു പ്രീമിയർ ലീഗ് മത്സരം ഇപ്സ്വിച്ച് ജയിക്കുന്നത്. അവർക്കതിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. ഒരു അടിപൊളി പെർഫോമൻസ് ഇപ്സ്വിച്ച് കൊണ്ടുവന്നു. ഇപ്പൊ കളി തുടങ്ങി. കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു പെനാൽറ്റിയിലൂടെയാണ് ഡിലാപ്പ് ഇപ്സ്വിച്ചിന് വേണ്ടി സ്കോർ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അത് പെനൽറ്റി അല്ല എന്നുള്ളൊരു വാദം ചെൽസി ഫാൻസിന്റെ സൈഡിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്ലൈഡിംഗ് ടാക്കിളാണ്, ചെറിയൊരു ടച്ച് ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺഫീൽഡ് റഫറി പെനൽറ്റി കൊടുത്തു, വാർ ചെക്കൊക്കെ ചെയ്തു. അങ്ങനെ ഡിലാപ്പ് ഈ ഒരു ഷോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 1-0 ഏർലി ലീഡ് ഇപ്സ്വിച്ച് ടൗണിന് കിട്ടുകയാണ്. പക്ഷെ കളിയിലേക്ക് മടങ്ങി വരാനുള്ള ചാൻസുകൾ ചെൽസിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ജാവോ ഫിലിക്സിന് കിട്ടിയിട്ടുള്ള ചാൻസുകൾ, പുള്ളിക്ക് 4-5 കിടില ചാൻസുകൾ കിട്ടി. ഹെഡറിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നു, 1-2 ഷോട്ടുകൾ പുറത്തേക്ക് പോയി. ഒരുപാട് ചാൻസുകൾ ജാവോ ഫിലിക്സ് മിസ് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. പാമറിന്റെ 3-4 കിടിലം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഗോൾ കീപ്പറുടെ സേവ് ഇല്ലായിരുന്നെങ്കിൽ ചെൽസി മടങ്ങി വന്നേനെ. പിന്നെ ഡിഫൻസിലെ മിസ്റ്റേക്കിന്റെ കാര്യം എടുത്തു പറയുന്നത്, രണ്ടാമത്തെ ഗോളിന്റെ പ്രധാനപ്പെട്ട കാരണം ജിസാസി വരുത്തിയിട്ടുള്ള വലിയൊരു ബ്ലണ്ടർ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ 53ാമത്തെ മിനിറ്റിൽ പുള്ളി സ്ക്വയറായിട്ട് ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പാസ്സാണ്. ആ പാസ് ഡയറക്റ്റ് ആയിട്ട് ഡിലാപ്പിന്റെ കാലിലേക്കാണ് കിട്ടിയത്. പുള്ളിയുടെ ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് എടുത്തു പറയാം. ഡയറക്റ്റ് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി ബോൾ കൺട്രോൾ ചെയ്യുന്നു, ബോക്സിലേക്ക് കയറി വന്നിട്ട് ഹച്ചിൻസൺ ആ സമയത്ത് ഒരു ഷോട്ട് എടുക്കാനുള്ള കറക്റ്റ് പ്ലേസ്മെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പുള്ളിക്ക് പാസ് ചെയ്യുന്നു. ഹച്ചിൻസണും ഒരു ഡയറക്റ്റ് ഷോട്ട് എടുക്കുന്നതിന് പകരം ഒരു ടച്ച് എടുത്ത് ഒരു പ്ലേസ്മെന്റ് ഷോട്ടിലൂടെ 2-0 ലീഡിലേക്ക് ഇപ്സ്വിച്ചിനെ കൊണ്ടുവരികയാണ്. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഇപ്സ്വിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള പൊസിഷനിലെത്തി. പിന്നെയും ചെൽസിക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ മധുവയ്ക്ക്, കൈസേഡോ ഇവർക്കൊക്കെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ജാക്സനെ കൊണ്ടുവന്നു. ജാക്സനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-0 ലീഡോടെ ഇപ്സ്വിച്ച് വിജയിക്കുകയും ചെയ്തു. നമ്മൾ ചെൽസി ടൈറ്റിൽ ചാലഞ്ചിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു വീക്ക്നെസ് പൂർണ്ണമായിട്ടും ചെൽസി വിട്ടു പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും മരസ്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചെൽസി ടീമിനെ പഴയൊരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-0 ഇന്ന് പരാജയപ്പെട്ടു. ന്യൂകാസിൽ ശരിക്കും പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള മത്സരമാണ്. പക്ഷേ ഇത് യുണൈറ്റഡിനും അത്ര തന്നെ ചാൻസുകൾ ഉണ്ടായിരുന്നു. 10-13 ചാൻസുകളാണ് ഇരു ടീമുകൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ന്യൂകാസിലിന്റെ സെറ്റ് പീസിലുള്ള ചാൻസുകളായാലും എസ്പെഷ്യലി ഹെഡേഴ്സ് ആയാലും എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഗോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സൊക്കെ തെക്കും വടക്കൊക്കെ നോക്കി നിൽക്കുകയാണ്. 2 ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടിയാണ് ഈസി ആയിട്ട് ഇസാക്ക് വന്നിട്ട് ആ ഗോൾ അടിക്കുന്നത്. ഇവിടെ ലൂയിസ് ഹാളിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പന്തും ഒരു ചെറിയ ഡിഫ്ലക്ഷനോടെ ബോക്സിലേക്ക് എത്തി. ഇസാക്കിന് യാതൊരു പ്രഷറും ഉണ്ടായിരുന്നില്ല. ഒനാനെ കബളിപ്പിച്ചുകൊണ്ട് അവർ 1-0 ലീഡിലേക്ക് എത്തുകയാണ്. പിന്നീട് 19ാമത്തെ മിനിറ്റിൽ ജോ ലിൻടൺ ഈ ഒരു ലീഡ് 2-0 കൊണ്ടുപോയി. ഇതും ഒരു ഹെഡർ തന്നെയാണ്. ഈ സമയത്ത് ആന്റണി ഗോർഡന്റെ ഒരു ഗോർജിയസ് പാസ്സാണ് ഇവിടെ ജോ ലിൻടൺ ഗോളാക്കി മാറ്റുന്നത്. ലിസാൻഡോ മാർട്ടിനസ് പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. കൃത്യമായിട്ട് ജോ ലിൻടൺ 2-0 ലീഡിലേക്ക് ന്യൂകാസിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു 3-4 ചാൻസുകൾ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഹോയ്ലാൻഡിന് ഒരു ചാൻസ് കിട്ടി, പുള്ളിക്കത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
എറിക്സൺ ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, കസമിറൊക്കെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പുള്ളി അത് കൺവേർട്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ന്യൂകാസിൽ കളിയിൽ പിടിച്ചു നിന്നു. ന്യൂകാസിലിൻ്റെ സൈഡിൽ നിന്ന് സെക്കൻഡ് ഹാഫിലും ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഫ്രെയിമിൻ്റെ തൊട്ടടുത്തൂടെ ബോളൊക്കെ പാസ് ചെയ്തു പോയി. ഇല്ലെങ്കിൽ ഈ ഒരു ലീഡ് നില ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ന്യൂകാസിൽ യുണൈറ്റഡിന് ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശരിക്കും പറഞ്ഞാൽ ഒരു റെലിഗേഷൻ ഫൈറ്റിലൂടെയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 19 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 14ാമത്തെ സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പോൾ ഇപ്സ്വിച്ച് ആയാലും മറ്റ് ടീമുകളായാലും 7 പോയിന്റിന്റെ ഡിഫറൻസിലാണ് റെലിഗേഷൻ ടീം ഉള്ളത്. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും ഇതുപോലുള്ള റിസൾട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അമോറിം തൻ്റെ ടീമിനെ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. ജനുവരി വിൻഡോ നാളെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിൻഡോയിൽ കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.